ഈ ഓഫീസിൽ വെച്ച് ആത്മഹത്യ ചെയ്തിട്ട് നിങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതാണ് എനിക്കിപ്പോൾ തോന്നിയത്. എന്റെ മുമ്പിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഞാൻ ഇവരുടെ അടുത്ത് കയറി ഓഫീസിൽ കയറി ഞാൻ ഭയങ്കര ബഹളം വെച്ച് വന്നു തന്നെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ ഓഫീസിൽ വെച്ച് ആത്മഹത്യ ചെയ്തിട്ട് നിങ്ങളെ വെടിവെച്ച് നഷ്ടപ്പെട്ടു തൃക്കാക്കരയിലാണെന്ന് പറയാം. പിന്നെ എന്റെ മുമ്പിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഞാൻ ഇവരുടെ അടുത്ത് കയറി ഓഫീസിൽ കയറി ഞാൻ ഭയങ്കര ബഹളം വെച്ച് വന്നു തന്നെ. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഈ ഓഫീസിൽ വെച്ച് ആത്മഹത്യ ചെയ്തിട്ട് നിങ്ങളെ വെടിവെച്ച് കൊല്ലുന്നതാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. അത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. കാരണം ഇപ്പോ ആത്മഹത്യ ചെയ്തതിനു ശേഷം വെടിവെച്ച് കൊല്ലുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു അല്ലെ, നടക്കാൻ സാധ്യതയേ ഇല്ലാത്തൊരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഇപ്പോൾ ഇയാൾ ആത്മഹത്യ ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടിരിക്കുന്നു. അപ്പോൾ അഖിൽ മാരാറ് ഈ 2020 ഓഫീസിൽ ചെന്നിട്ട് ആത്മഹത്യ ചെയ്യുന്നത് എങ്ങനെയായിരിക്കും? കയ്യിലൊരു തോക്കുണ്ട്, കാരണം വെടിവെച്ച് കൊല്ലും എന്ന് പറയുന്നുണ്ട്. അപ്പൊ തോക്കെടുത്ത് സ്വയം വെടിവെച്ച് ആണല്ലോ ആത്മഹത്യ ചെയ്യുന്നത്. അപ്പോൾ അത് മരിച്ചു പോയില്ലേ? അപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഈ തോക്കെടുത്ത് എങ്ങനെ വെടിവെക്കും? അവരെ വെടിവെച്ച് കൊല്ലാൻ പറ്റില്ല. ഇനി അതല്ല, എന്തെങ്കിലും വിഷം കഴിച്ചിട്ട് വന്നിട്ട്, പക്ഷെ അപ്പോഴും ആത്മഹത്യ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ കൊല ചെയ്യൽ നടക്കുന്ന കാര്യമല്ലോ. എനിക്കൊന്ന് ഇയാളെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെയാന്ന് തോന്നുന്നു. ഇപ്പൊ കണ്ടില്ലേ, 2020 മൊത്തം കുറ്റം പറയുന്നു, BJP മൊത്തം കുറ്റം പറയുന്നു, കോൺഗ്രസ് നിന്നാൽ മതിയായിരുന്നു, അവരാണ് എനിക്ക് മറ്റേ തന്നേനെ മറിച്ച് തന്നേനെ, തൃക്കാക്കര സീറ്റാണ് എനിക്ക് വേണ്ടത്. നാട്ടുകാർ മൊത്തം പറ്റിച്ചില്ലേ? ഇതെല്ലാം അകത്ത് നിന്ന് ഡീൽ ചെയ്തിട്ട് നിങ്ങൾ ഓർത്ത് നോക്കി, പുറത്ത് വന്നവൻ കാണിച്ചതൊക്കെ ആ തൃപ്പൂണിത്തുറ നിയോജക മണ്ഡലത്തിലെ ഇവന് വോട്ട് ചെയ്ത അത്രയും പേരെയും പറ്റിച്ച പോലെ അവർക്ക് തോന്നുന്നില്ലേ? അങ്ങനെ തോന്നത്തില്ലേ? എന്താണ് തൃപ്പൂണിത്തുറക്കാരെ നിങ്ങളൊന്നും പറയാത്തത്? ഒരിടത്ത് തീട്ടം, ഒരിടത്ത് മൂത്രം, എന്താ നിങ്ങളൊന്നും പറയാത്തത്? തൂറി വാരി എറിയുമായിരുന്നു. എന്തൊക്കെയാ കിടന്ന് കാണിച്ച് തൃപ്പൂണിത്തുറ കിടന്നുകൊണ്ട്. എന്നിട്ട് അവസാനം വന്നിട്ട് പറയുന്നത് കേട്ടോ, ഇതൊന്നും എനിക്ക് വേണ്ടാന്ന്, ഞാനല്ല, എന്നെ എല്ലാവരും പറ്റിച്ചാൽ ഞാൻ പിന്നെ അങ്ങ് സമ്മതിച്ചതാ, പിന്നെ പുറത്തു വന്ന് എങ്ങനെ പറയും? അപ്പൊ അത് അഭിനയിച്ചതല്ലേ? ഈ നാട്ടുകാരുടെ മുന്നിൽ ഇവിടെ നിന്ന് അഭിനയിക്കുമല്ലോ ഇവൻ ചെയ്തത്. അപ്പൊ അത്രയും മനുഷ്യരെ പറ്റിക്കുന്നതിന് അവനൊരു കുഴപ്പമില്ലേ? എന്താ വിചാരിച്ചതപ്പോ? ജയിക്കുവാണേൽ ഈ ഇങ്ങനെ പറയുവാന്നോ? തോറ്റതുകൊണ്ടല്ലേ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയുന്നത്? അഥവാ എന്തെങ്കിലും കാരണവശാലും ജയിച്ചു പോയിരുന്നെങ്കിലോ? ഇതൊന്നും നമ്മൾ അറിയത്തില്ല, ആരെങ്കിലും അറിയുമോ? അപ്പോ നമ്മൾ നോക്കി ജയിച്ചു കഴിഞ്ഞാൽ കിട്ടുവാണെങ്കിൽ കിട്ടട്ടെ, തോറ്റു കഴിഞ്ഞപ്പോ കളം മാറ്റി അങ്ങ് പറയുക. അതിന് കാരണം പറയുന്നത് എന്നാണെന്നറിയോ? അവന് ഫോളോവേഴ്സ് പോയി, അവന് പൈസ ഇല്ലാണ്ടായി, ഇവര് കാശ് കൊടുത്തില്ല, പറഞ്ഞ പോലെ അവിടുത്തെ പല സീറ്റ് മറ്റേ ഏതാണ്ടൊക്കെ ചോദിച്ചു, ഏതാണ്ടൊക്കെ കോർപ്പറേഷനോ എന്നൊക്കെ വേണം, കൊല്ലത്തെ സംസ്ഥാന പ്രസിഡന്റ് ആക്കണം എന്നൊക്കെ പറയുന്ന പോലത്തെ എന്തൊക്കെയോ പരിപാടി ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ അതൊന്നും അവർ ചെയ്തു കൊടുക്കുന്നില്ല. അതുകൊണ്ട് പിന്നെ പൈസ ഇല്ലാണ്ടായി, വണ്ടി വിറ്റു, ഇതൊക്കെ പിന്നെ പറയുന്നത്. അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. തോറ്റത് നല്ല വിഷയം. തോറ്റപ്പോഴും കാശ് കൊടുത്തിരുന്നെങ്കിൽ, നല്ല ഈ പറഞ്ഞ പോലെ അവർക്ക് സാബുവിന് എത്രയോ കിട്ടിയിട്ടുണ്ട്, അതിന്റെ ഷെയർ കൊടുത്തിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് പറയത്തില്ല. സാബുവിന് ഇത് തന്നെ വേണം, സാബുവിന് ഇത് കിട്ടിയ പോരടേ സാബു മറ്റേ എന്തായിരിക്കും എടുത്ത് വെച്ചത് തലയിലോട്ട്? വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് കോണാനെടുക്കുക കേട്ടിട്ടേ ഉള്ളൂ. സാബ് ഇപ്പൊ ഒരു സാബ് ആയിപ്പോയി. എന്തൊരു സാബ് എന്തൊരു കഷ്ടമാണ് നോക്കിക്കോണേ. ഓരോ വാഴ പിടിച്ചങ്ങ് നിർത്തുക. എന്തിന് കൊള്ള ഇതിനെ? ഈ കിടന്ന് പറഞ്ഞാൽ ഒന്നും ഇവൻ ജയിക്കാൻ പോകുന്നില്ല. ഇവനെ കൊട്ടാരക്കര പോയി എന്തിനാ ഉണ്ടാക്കിയനെ? അവിടെ അടിച്ചോടിച്ചേനെ ആൾക്കാർ. പണ്ട് അവൻ അവിടുത്തെ ഒരു അങ്ങനെ ഒരു എന്താ പറയുക, ആർക്കും വലിയ താല്പര്യമില്ലാത്ത ആൾ തന്നെയാണ്. കൊട്ടാരക്കരയിലുള്ളവരുടെ വീഡിയോ ഒക്കെ വന്ന് ഓർക്കുന്നുണ്ട്. കൊട്ടാരക്കരയിലെങ്ങനെ ഓടിച്ചേനെന്ന് അവർ പറയുന്നുണ്ട്. ഇതിപ്പോ തൃപ്പൂണിത്തുറക്കാർക്ക് വലിയ പിടിയൊന്നും ഇല്ല, ആ നാട്ടുകാർക്ക് അറിയാം അവനെ പറ്റി, വലിയ അഭിപ്രായമുള്ളവരൊന്നും അല്ല. അപ്പൊ അതുകൊണ്ട് അതും നടക്കത്തൊന്നുമില്ല. ചുമ്മാ അങ്ങ് പറയും ഓരോന്നൊക്കെ. എന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും നാട്ടുകാരെ പറ്റിച്ച് ജയിക്കാൻ നോക്കി, ജയിച്ചില്ല. അപ്പോ പറയുവാണ് ഞാൻ ഇങ്ങനെയാണ് അങ്ങനെയാണ്, ഞാൻ അതിനകത്ത് നിൽക്കണമെന്ന് ആഗ്രഹിച്ചതല്ല. എന്തുകൊണ്ട് ആഗ്രഹിച്ചില്ല? അത് ഞാൻ ആദ്യമേ പറഞ്ഞാണ്. അപ്പൊ ഇതിനകത്ത് ആരെയാണ് ഇവൻ വഞ്ചിച്ചിരിക്കുന്നത്? ഇവനിപ്പോ സാബുവിനെയും വഞ്ചിച്ച്. സത്യത്തിൽ ഇവര് കൂട്ട് പ്രതികളാണ്, മനസ്സിലായില്ലേ? അല്ലെ, ഒരു എന്താ പറയുക, പാർട്ട്നേഴ്സ് ഇൻ ക്രൈമാണ് ഈ സാബുവും ഈ പറഞ്ഞ അഖിൽ മാരാറും. പക്ഷെ കാല് മാറുന്നത് ഇവനാണ്. എന്നിട്ട് ഇവനാണ് എല്ലാം നാറ്റിക്കുന്നത്. എന്തോരം ബോധമുണ്ടെങ്കിൽ ഇവനെ ഇതിനു മുമ്പും പല പ്രാവശ്യം ഇതേപോലെ നിലപാടെന്ന് പറയുന്നത് ഇങ്ങനെ നിലപാട് എന്താണെന്നുള്ളൊരു രീതി മനസ്സിലാവുന്നില്ല പലപ്പോഴും. എന്നിട്ട് ഗാന്ധിജിയുടെ ആയിട്ട് കോട്ടൊക്കെ എടുത്ത് പുള്ളി പോസ്റ്റ് ചെയ്തേക്കുന്നു. അത് ഇതുമായിട്ട് വ്യത്യാസമുണ്ടേ. നിങ്ങൾക്ക് ചുമ്മാ തോന്നിയ പോലെ എടുത്തങ്ങ് ഉപയോഗിക്കുക. ഇത് ഇപ്പൊ ഈ കാലത്ത് കുറെ പെണ്ണുങ്ങളുണ്ട് ഇങ്ങനെ ഈ ഓരോന്ന് തോന്നിയ പോലെ വിളിച്ച് പറയുന്ന ടൈപ്പ്. ഈ കാലഘട്ടത്തിൽ കുറച്ച് പേരുണ്ട്. അത് ഈ ഓൺലൈനിലൊക്കെ വന്ന് കേൾക്കാം. ഇങ്ങനെ ഇന്ന് പറയുന്ന നാളെ പറയത്തില്ല, മറ്റന്നാൾ പറയത്തില്ല എന്ന് പറയുന്ന കുറേ സാധനങ്ങളെ കണ്ട് ഒരു നിലപാടും ഉണ്ടാകത്തില്ല, ഒന്നുമില്ല. ഇന്ന് എന്തോ ആയിട്ടു അങ്ങനെ ഇറങ്ങി തിരിച്ചു, പിറ്റേ ദിവസം വന്ന് വേറെ ചിലതൊക്കെ പറയുന്ന കുറേ എണ്ണം ഉണ്ട്. ആണുങ്ങളെ കൊടുത്തി കുറവാണ് ഇത്രയും ഐറ്റങ്ങൾ. ഉള്ള കാര്യം പറയാം, ഇത് ഇങ്ങനെ കിടന്ന് കളിക്കുന്ന ആണുങ്ങൾ കുറവാ. ഇതെന്ന് പറയുന്നത് എന്ത് തരം സ്വഭാവം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവനെന്താ ഇങ്ങനെ? ഇവനെന്താ ഇത്ര സംശയം? അല്ല, ഇവനെന്താ അറിയാത്തത്? എല്ലാം അറിയാവുന്നവരെ പോലെ തൊപ്പിയൊക്കെ കുളിച്ചിട്ട് റഷ്യൻ വിപ്ലവത്തെ പറ്റി പറയണമെന്നൊക്കെ പറഞ്ഞു കളഞ്ഞു രാത്രിയിലൊക്കെ. റഷ്യൻ വിപ്ലവം ആണല്ലോ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കാര്യം. തൊപ്പിക്കറിയാവുന്ന കാര്യം നിനക്കും അറിയത്തില്ല. തൊപ്പി പിന്നെ അങ്ങനത്തെ ഒരു തറ ഇടപാടിന് നിന്നവനല്ല, അവൻ വേറെ എന്തോ ആവശ്യത്തിനാണ് വിളിച്ചത്. അതുകൊണ്ട് അത് രക്ഷപ്പെട്ടു പോയി. ഇവന്റെ മണ്ടത്തരങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം തൊട്ടേ ഈ പറഞ്ഞ പാർട്ടിയൊക്കെ വിളിച്ച് പറയുന്നുണ്ട്. അന്നൊന്നും ആൾക്ക് മനസ്സിലായില്ല. പലരെയും ഇവിടെയുള്ള മിക്ക ടീമുകളെയും കാണുമ്പോൾ അറിയാം കുഴപ്പക്കാരനാണെങ്കിൽ കുഴപ്പമാണെന്ന് പറയാറുണ്ട്. പക്ഷേ അത് അന്ന് ശ്രദ്ധിക്കത്തില്ല. പിന്നെ ഈ കിടന്ന് കാട്ടിക്കൂട്ടി അവന്മാർ അങ്ങ് അറ്റം എത്തുമ്പോൾ എല്ലാവരും പറയാം ശരിയാ ഇവനെന്തോ പ്രശ്നമാണ്. എല്ലാവരുടെയും കാര്യം ഇങ്ങനെ തന്നെ. എല്ലാത്തിനെയും നമുക്ക് കാണുമ്പോൾ അറിയാം. എല്ലാവരും എന്തെങ്കിലും സംസാരിക്കുന്നത് കേട്ടാൽ മനസ്സിലാക്കാനുള്ള ബോധം വേണം. ഇതൊന്നും ഇല്ലാതെ അവനെ പിടിച്ച് ഇലക്ഷൻ നിർത്തി
വേറെത്തനാണ് ഫിറോസ് കുന്നംപറമ്പിൽ ഈ ചാറ്റി തട്ടിപ്പ് മൊത്തം നടത്തിയിട്ട് അവസാനം കോൺഗ്രസ് സീറ്റ് കൊടുത്തേക്കുന്നത്. അതോടെ കോൺഗ്രസ്സുകാരെ പരിപാടി നിർത്തി. അതുകൊണ്ടല്ലേ ഈ പ്രാവശ്യം അഖിൽമാരാറിനെ പിടിച്ച് നിർത്തിയേനെ. അവർക്കൊരു സംശയം, വെറുതെ നിർത്തി തോറ്റിട്ട് ചീത്തപ്പേരൂടെ വേണ്ട. പക്ഷേ അഖിൽമാരാർ കോമഡി തന്നെയാണ് കേട്ടോ, എന്തൊക്കെ പറഞ്ഞാലും. അഖിൽമാരാർ വൻ കോമഡിയാണ്. അഖിൽമാരാറിന് മനസ്സിലാവുന്നില്ല എന്താണ്, എവിടെയാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്, എന്തിനാണ് എന്നുള്ളതാണ് അഖിൽമാരാറിന് മനസ്സിലാകാത്ത കാര്യം. അഖിലിന് ഇങ്ങനെ വായ്ത്താളടിച്ച് നടക്കാനൊക്കെ പറ്റത്തുള്ളൂ, പിന്നെ തേക്കാൻ ഒട്ടിക്കാനൊക്കെ അറിയാം. അതുകൊണ്ട് ഏതൊരു പ്രൊഡ്യൂസറെ തേച്ചൊട്ടിച്ച് എന്തോ ഒരു പടവോ ഉണ്ടാക്കിയിട്ട് ഡയറക്ടറാണെന്നും പറഞ്ഞ നടപ്പുണ്ട്. എന്താന്നുള്ളത് ആർക്കും അറിയത്തില്ല. ഇപ്പൊ ഈ ഏഷ്യാനെറ്റുകാർ കുറച്ച് എന്താ ഇവനെ കൊണ്ടുപോയി, എനിക്കൊന്ന് ഈ കാൻഡിഡേറ്റ് ആക്കാൻ വേണ്ടി തന്നെ ആയിരിക്കും ഈ പറഞ്ഞ പോലെ അതിനകത്തൊരു വിന്നർ ആക്കി എന്നൊക്കെ പറഞ്ഞ് 2020 വഴി കയറ്റി വിട്ടപ്പോൾ നടക്കാതെ പോയപ്പോൾ അവനെ ഉപേക്ഷിച്ചിട്ടുണ്ട് എല്ലാവരും. മതിയായി. കാരണം അങ്ങനെയാ, ഇത്തിരി കാൻഡിഡേറ്റ്സിനൊന്നും വലിയ വിലയൊന്നും കൊടുക്കത്തില്ല. കാരണം അവൻ പാർട്ടി മെമ്പറോ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതിനോ ഒന്നുമല്ല, അത് ഏത് പാർട്ടിയാണെങ്കിലും. അപ്പൊ അതുകൊണ്ട് ഈ മുകേഷിനെ പിടിച്ച് നിർത്തിയ പോലെ, അല്ലെ ഇന്നസെന്റ് ഒക്കെ നിന്ന പോലെ സിനിമ ഫെയിം ഉള്ള ഒരാളെ പിടിച്ച് നിർത്തി കഴിഞ്ഞാൽ അയാൾ ജയിച്ചില്ല, ചിലപ്പോൾ അയാളെ പിന്നീട് നിർത്തണമെന്ന് നിർബന്ധമൊന്നുമില്ല. അയാൾ അവർക്ക് താല്പര്യം കാണത്തില്ല. അതൊരു അങ്ങനെ ഒരു സെലിബ്രിറ്റിയെ പിടിച്ച് നിർത്തി കുറച്ച് മീഡിയ അറ്റൻഷൻ, അതുപോലെ തന്നെ ആൾക്കാർക്ക് മൊത്തത്തിൽ ഓൾ കേരള വരെ ഇളക്കമൊക്കെ ഇളക്കി, അതിന് വേറൊരു ടൈപ്പ് ഓഫ് മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയാണത്, ചാറ്റർജി. അതൊരു വേറെ സ്റ്റൈലാ, അതിന്റെ ഒരു പബ്ലിസിറ്റി വേറെയാണ്, അതിനൊക്കെ വേണ്ടി ചെയ്യുന്ന. അല്ലാതെ എന്താ പറയാ, ഇവൻ ഏതാണ്ട് മറിക്കുമെന്നൊക്കെ ഇവൻ തന്നെ വിചാരിച്ചോ? അപ്പൊ അവൻ ആദ്യം പറയുന്നുണ്ട് ഈ മണ്ഡലം മോശം മണ്ഡലമാണ്, അല്ലെങ്കിൽ അവിടെ അത്രയും വോട്ടേഴ്സേ ഉള്ളൂ, ജയിക്കാൻ സാധ്യത ഇല്ലെന്ന്. എന്നിട്ട് പറയുവാണ് ഇവര് വേണ്ടത്ര പൈസ കൊടുത്തില്ലെന്ന്. അപ്പൊ ഇവന് വോട്ടറെ കിട്ടില്ല, ജയിച്ചില്ലെങ്കിലും കുഴപ്പമില്ലെന്ന് ശരിക്കും അഖിൽമാരാറിന്. കുറച്ചുകൂടെ പൈസ കൊടുത്തിരുന്നേ അവൻ ഒതുങ്ങിയെന്നല്ല, അവൻ ഹാപ്പി ആയേനെ. അവൻ പിന്നെയും വേണേ 2020 സൂപ്പറാന്ന് പറഞ്ഞേനെ. കാരണം അവന്റെ പണി അതാണ്. കാശ് കൊടുത്താൽ നല്ലതാണെന്ന് പറയുകയും ഇനി കാശ് കിട്ടിയില്ലേ മോശമാണെന്ന് പറയുകയും ചെയ്യും. അതാണ് നിലവാരം. അയ്യോ, നിലവാരവും ഇത് രണ്ടും ഇല്ലാത്തരുത്ത്. എല്ലാവരും നിലപാടിനെ പറ്റിയാ പറയുന്നത്. ഇവിടെ നിലപാടില്ല, പിന്നെ നിലവാരവും ഇല്ല. അയ്യോ, ഇതുപോലൊരു നിവൃത്തിയേട്. ഇപ്പൊ ഇത്രയും പൈസയൊക്കെ കിട്ടിയത് വെച്ചോണ്ട് ആ സൈഡിൽ കൂടെ എവിടെയും പോയി കുറെ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് അതിന് കുറച്ച് പൈസ മേടിച്ചൊക്കെ ജീവിക്കുന്നത്. അതുകൂടെ ഇപ്പൊ ഇല്ലാണ്ടാവും. ഇനി ഇങ്ങനത്തെ മാണ കേസുമായിട്ട് വന്നു കഴിഞ്ഞാൽ ആൾക്കാർ ചുമ്മാ ട്രോളാൻ വേണ്ടിയിട്ട് ഒരു മെറ്റീരിയൽ മാത്രമായി മാറും. അതത്രേ ഉള്ളാന്ന് നേരത്തെ തന്നെ. പക്ഷെ ഈ ബിഗ് ബോസ് പോലത്തെ പരിപാടി കുറച്ച് ആൾക്കാരെ പറ്റിച്ചിട്ടുണ്ട്. എല്ലാവരും വിചാരിച്ച് എന്തോ വേറെന്തോ കഴിവുള്ള ആളാന്ന് വിചാരിച്ച്. എന്താ കഴിവെന്ന് വെച്ചിട്ട് ഇതൊക്കെ കഴിവ് കണ്ടില്ലേ? കഴിവ് ഈ ആൾക്കാരെ പറ്റിക്കുന്നത്. ഞാൻ അവനെ പ്രൊഡ്യൂസറെ പറ്റിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇവിടെ നാട്ടുകാരെ പറ്റിച്ചിട്ടുണ്ട്. ഇപ്പൊ സാബുനെ പറ്റിക്കുന്നു എന്നുവെച്ചാൽ എല്ലാവരെയും കുറ്റവാ. ഈ നാട്ടുകാരെ പറ്റിച്ചിട്ടുണ്ട്, ഉറപ്പായിട്ടും പറ്റിച്ചിട്ടുണ്ട്. കാരണം അവൻ പറഞ്ഞനുസരിച്ചിട്ട് കേട്ടില്ലേ, ആത്മഹത്യ ചെയ്തിട്ട് പിന്നെ കൊല്ലണമെന്ന് വിചാരിച്ചെടുത്തു എന്നാണ് പുള്ളി പോയി ഇവരുടെ കൂട്ടത്തിൽ നിന്ന് താളം തള്ളി ഡാൻസും കളിച്ച് ഓടിക്കിടന്ന് എന്തൊരു ഓട്ടോ വന്ന് അവിടുത്തെ ഓട്ടോക്കാരൊക്കെ കൈ കൊടുക്കുന്നു, ചാടി വീഴുന്നു, പെണ്ണുങ്ങളൊക്കെ സെൽഫി എടുക്കുന്നു, ഇച്ചൈമാരൊക്കെ കൂടെ വട്ടം കൂടുന്നു, ചക്ക വെട്ടുന്നു, മാങ്ങ എത്തുന്നു, എന്തൊക്കെയാ കാണിച്ചത്, എന്തൊക്കെ പ്രകടനമാണ് കണ്ടില്ല. നോട്ടത്തോട് ഓട്ടം വന്ന്. അപ്പൊ അല്ല ഇവൻ എന്തോ ചെയ്തോണ്ടിരുന്നത്? നാട്ടുകാരെ പറ്റിക്കുമല്ല, കള്ളച്ചിരിയല്ല ചിരിച്ചത്, കള്ള വാഗ്ദാനങ്ങളല്ലേ പറഞ്ഞത്. അല്ല ജയിച്ച് വാഗ്ദാനങ്ങൾ പോട്ടെ, ജയിച്ചിരുന്നേ വേണമെങ്കിൽ പാർട്ടിയുടെ ബേസിൽ എന്തെങ്കിലും അങ്ങനെയാന്ന് പറയാം. പക്ഷെ ഇവൻ മനസ്സില്ലാ താല്പര്യം ഇല്ലാതെ ആയിരിക്കണമല്ലോ അത് ചെയ്യുന്നത്. പിന്നെ ആകെയുള്ളൊരു ഇതെന്ന് പറയുന്നത് ജയിച്ചാൽ അങ്ങ് ഈ പറഞ്ഞ എല്ലാം ഇങ്ങനെ പിടിക്കാം. ജയിച്ചു കഴിഞ്ഞാൽ ഉടനെ പുള്ളി വേണേൽ പാർട്ടിയൊക്കെ മാറിക്കളയും. BJP-യിലോട്ട് ഡയറക്റ്റ് ഞാൻ BJP-കാരനാണെന്ന് പറഞ്ഞ് വന്നേനെ. BJP-കാരെടുത്തിരുന്നേ നല്ലൊരു തൊല്ലേ ആയേനെ. ഭാഗ്യത്തിന് 2020 വഴിയാണ് വന്നത്. എന്തൊക്കെ പറഞ്ഞാലും നല്ല ഒന്നാന്തരം കള്ളത്തരം ഈ പറയുന്ന മൊത്തം. ഇപ്പൊ പറയുന്നത് വിശ്വസിക്കാൻ പറ്റത്തില്ല, നാളെ അത് മാറ്റി പറഞ്ഞിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇത് അങ്ങനെയല്ല ഇങ്ങനെയാന്ന് പറയാൻ ഇവര് മടി നാണോ ഇല്ല. മനസ്സിലായി? നാണോ ഉളുപ്പും ഇല്ലാത്തവന്മാര് എന്തും പറയുന്ന പോലെ പറഞ്ഞു നടക്കുക. ഇനി വല്ല കുഴപ്പമുണ്ടോ? പലരെയും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്, പലരും പ്രശ്നക്കാരാണ്, അവർക്ക് എന്തെങ്കിലും കുഴപ്പമാണോ എന്നറിയത്തില്ല, ഇങ്ങനെ മറന്നു പോകുന്നതാണോ, പറയുന്നത് വെറുതെ പറഞ്ഞിട്ട് മനസ്സിലാകാതെ ചിലർ വല്ലതൊക്കെ പറയും. മനസ്സിലായില്ലേ? ചില കാര്യങ്ങൾ മനസ്സിലാവാതെ പറയുന്നവരുണ്ട്. ഇതെന്തിനാ പറയുന്നത്, എന്തിനാന്നില്ല, ചുമ്മാ അങ്ങ് പറയും. ഇപ്പൊ അലിൻ ജോസ് പെരേര പറയുന്ന പലതും അവന് മനസ്സിലാവുന്നില്ല. അതിന്റെ വേറെ സ്പെക്ട്രത്തിൽ പെടുന്ന ആളാണോ ഈ അഖിൽമാരാറെന്ന് നമുക്ക് അറിയത്തില്ല. ആറാട്ടണം പറയുന്ന ആറാട്ടം മനസ്സിലാവുമെങ്കിലും ആറാട്ടം തെറ്റിപ്പോവും എന്ന് പറഞ്ഞ ഒരു പ്രശ്നവും അഖിൽമാരാറിനുണ്ടെന്ന് തോന്നുന്നു. ഇവര് മൂന്നുപേരും ഏകദേശം ഇപ്പൊ സെയിം ലെവലിൽ തന്നെ എത്തിയിട്ടുണ്ട്. കാരണം ആറാട്ടൻ ഇന്ന് പറഞ്ഞ നാളെ മാറ്റി പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അലിൻ ജോസ് പറയുന്നത് എന്താണെന്ന് അലിൻ ജോസിന് അറിയത്തില്ല, അല്ലെ ഓർമ്മ കാണത്തില്ല. ആറാട്ടൻ ഓർമ്മയില്ലാത്തതുകൊണ്ടല്ല ആറാട്ടനെ ചിലപ്പോൾ അങ്ങ് മാറ്റി പറഞ്ഞിരിക്കും സൗകര്യപൂർവ്വം. എന്ന് പറഞ്ഞ പോലെയാണ് അഖിൽമാരാർ ഇപ്പോൾ വന്നേക്കാം. അഖിൽമാരാർ മിക്സ് ഓഫ് ആറാട്ടൻ ആൻഡ് പെരേര. ടൈഗറും കിംബോയി അല്ല. ടൈഗറാണ് അവൻ പാട്ട് പാടിയാണ്. അഖിൽമാരാർ പാട്ടൊന്നും പാടുന്നില്ല. ഫുട്ബോൾ വേൾഡ് കപ്പ് പാടുന്നിട്ട് പാട്ടൊന്നും പാടുന്ന കണ്ടില്ല. അഖിൽമാരാറിന് സിനിമയിലും പൊളിറ്റിക്സിലും ഒക്കെ ഇൻട്രസ്റ്റും ഉണ്ട്. അപ്പൊ ഏകദേശം ഇവർ മൂന്നുപേരും ഒരേ ഇടപാട് തന്നെയാണെന്ന് തോന്നുന്നു. യൂണിവേഴ്സ് ഒന്നാ. അപ്പൊ അവിടെ അങ്ങനെ പലതും നടക്കും. അതുകൊണ്ട് എല്ലാവരും വെറുതെ പരിഭവക്കാറുണ്ട്. എന്തോ പലതും പറയും, ആർക്കും പരിഭവം അരുതേന്ന്. ഓട്ടം തുള്ളലിൽ അങ്ങനെ പലതും പറയും, അത് കേട്ടാർക്കും പരിഭവം അരുതേ എന്നാണ്ട് പറയത്തില്ലേ. എന്ന് പറഞ്ഞ പോലെ ഓടുക, തുള്ളുക, ചാടുക, മതിക്കുക, വാ, അടിപൊളി. എന്ത് രസമല്ലേ? വല്ലാത്തൊരു ജീവിതം തന്നെ. ഇങ്ങനെയൊക്കെ ആണെങ്കിൽ എങ്ങനെയായിരിക്കും? ഇതൊക്കെ ഇവന്റെ പിള്ളേരൊക്കെ കാണുന്നില്ലേ? ഈ കൊച്ചു പിള്ളേരൊക്കെ ഇത് കണ്ട് വളരുന്നത് അതും ഒരു അപകടമല്ലേ? നാളത്തെ സമൂഹത്തിൽ ഇങ്ങനെയുള്ള കുട്ടികളെയൊക്കെ വാർത്തിടുക എന്ന് പറയുന്നത് ക്യാരക്ടർലെസ് പീപ്പിൾ. അത് ശരിയല്ല. ഇതൊക്കെ ക്യാരക്ടറാണ് കേട്ടോ. അല്ലാണ്ട് നമ്മൾ ഈ പറയുന്നില്ല, ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്, ഇഫ് ഹെൽത്ത് ഈസ് ലോസ്റ്റ്, അല്ല ഇഫ് വെൽത്ത് ഈസ് ലോസ്റ്റ് നത്തിങ് ഈസ് ലോസ്റ്റ്, ഹെൽത്ത് ഈസ് ലോസ്റ്റ് സംതിങ് ഈസ് ലോസ്റ്റ്, ഇഫ് ക്യാരക്ടർ ഈസ് ലോസ്റ്റ് എവറിത്തിങ് ഈസ് ലോസ്റ്റ് എന്ന് പറയത്തില്ല. ഇവന് ലോസ്റ്റ് ഒന്നും അല്ല, ഇവന് ക്യാരക്ടർ എന്താണെന്ന് അറിഞ്ഞിട്ടേ ഇല്ല, ഇവനില്ലത്. മനസ്സിലായില്ലേ? ക്യാരക്ടർലെസ് പീപ്പിൾ അങ്ങനെ കുറേ എണ്ണം ഉണ്ട്. ചിലർക്ക് ഇടയ്ക്ക് വെച്ച് നഷ്ടപ്പെടുന്നതാണ്.
അത് ചില പ്രവർത്തികൾ കൊണ്ട് ക്യാരക്ടർ നഷ്ടപ്പെടുന്നിരിക്കാം, അങ്ങനെയൊക്കെ സംഭവിക്കാറുണ്ട്. പക്ഷെ ഇത് വല്ലാത്ത അവസ്ഥ തന്നെയാണ്. ഇതൊരു മനുഷ്യനുണ്ടാവുന്നതിൽ ഏറ്റവും പത്തറ്റിക് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണിത്. ഇതിനെ എങ്ങനെ കറക്റ്റ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ ഒരു സൈക്കോളജിക്കൽ തെറാപ്പി, കൗൺസിലിംഗ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എടുക്കുക, പിന്നെ പറയുന്ന കാര്യങ്ങൾ എഴുതിയിടുക, വീണ്ടും വീണ്ടും ഓർക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ റിമൈൻഡേഴ്സ് ഒക്കെ സെറ്റ് ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു കാര്യം പറയുന്നതിന് മുമ്പ് ഇതെല്ലാം കൂടെ ഒന്ന് നോക്കുവോ വല്ലതൊക്കെ ചെയ്യേണ്ടത്, എല്ലാവരും മറന്നു പോകുന്നതായിരിക്കും ചിലപ്പോൾ. അതും അല്ലെങ്കിൽ സൈക്കാട്രിക് ട്രീറ്റ്മെന്റ് പോലത്തെ വല്ലതും എടുക്കേണ്ടി വരുമെന്ന് അറിയത്തില്ല. ഇങ്ങനെ പിച്ചും പേയും പറയുന്ന പോലെ എനിക്ക് തോന്നുന്നു. പലപ്പോഴും പലതും പറയാം. ആ ബിഗ് ബോസിൽ കയറുന്നതിന് പറഞ്ഞില്ല, ബിഗ് ബോസിൽ കയറുന്നതിനേക്കാൾ ഭേദം ലുലുമോളി തുണിയില്ലാതെ നടക്കുന്നതാണ്, എന്നിട്ട് പോയി ബിഗ് ബോസിൽ കയറി. അവിടെ നിന്ന് ആരാണ്ട് ഓഫർ ചെയ്തേതാണ്ട് ജയിപ്പിച്ചേക്കാന്നോ ഫസ്റ്റ് അടിപ്പിക്കാന്നോ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ ചാടിക്കറി ചെന്നതാ, വലിയ ആളാവല്ലോ എന്ന് കരുതി. ഇവിടെ അതുപോലെ ആണ്ടൊക്കെ കൊടുത്തു, ആദ്യം പറഞ്ഞാണ് വേറെ രണ്ട് വാഗ്ദാനമൊക്കെ കൊടുത്താണ്. ഇതിനകത്ത് പലതൊക്കെ സമ്മതിച്ച് കാണുമെന്നേ, നീ ജയിച്ചു കഴിഞ്ഞാൽ നിനക്ക് അത് കരുതി തരാം, ജയിച്ചാൽ എന്ത് ചെയ്യും. അവിടെയാണ് ആ പുള്ളിക്ക് വീണ് പോയത്. അല്ലാതെ സീറ്റും മറ്റേ സ്ഥാനമാനങ്ങളൊന്നും സാബുവും പറയുന്നില്ല. എന്നിട്ട് പറയാം നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ ഉദ്ദേശിച്ചല്ലേ എന്ന്. അങ്ങനല്ല. അങ്ങനെയാണ് നീ പിന്നീട് പറഞ്ഞൊക്കെ തെറ്റിപ്പോയി. ഞാൻ അങ്ങനെ ജീവിച്ചവനാണ്, എനിക്ക് അത് വേണം ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. അപ്പൊ അവിടുത്തെ നമ്മൾ എന്ന് പറയുന്ന വാക്ക് ഉപയോഗിച്ചുകൊണ്ടൊന്നും അത് കറക്റ്റ് ചെയ്യാൻ നോക്കണ്ട. അങ്ങനെ ഒരു സാധനം പറയുന്നുണ്ട്. ഞാൻ ഏതോ ഒരു ഇന്റർവ്യൂ പറയുക, എന്താ ഞാനെന്നല്ലല്ലോ പറഞ്ഞത്, നമ്മളെന്ന് പറയുന്നത് നമ്മുടെ പാർട്ടിയുടെ വളർച്ചയെ പറ്റിയാണ്. അതിന് മുമ്പ് പറയുന്നത് എന്നാണെന്നറിയോ, ഞാൻ അങ്ങനെ ജീവിച്ചു വന്ന ആളല്ല, നമുക്കത് എനിക്കത് പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ട് നമ്മളെന്ന് പറഞ്ഞത് ആ വാക്കിൽ കാര്യമില്ല. ഫുൾ കണ്ടന്റ് എടുത്തു കഴിഞ്ഞാൽ അത് നിനക്ക് ഉദ്ദേശം മാത്രം പറഞ്ഞാന്നുള്ളത് എല്ലാവർക്കും മനസ്സിലാവും. അങ്ങനത്തെ വിധത്തിലൊന്നും പറയരുത്. ഇത് ഈ പറയുമ്പോൾ അത് കണ്ടോ പറഞ്ഞത്, അവിടെ ഒന്നും ആൾക്കാരെ പറ്റിക്കാൻ നോക്കുക. ഇതൊക്കെ കേട്ടാലും എന്താ ആർക്കും മനസ്സിലാവത്തില്ലെന്ന് വിചാരിച്ചിട്ടാണോ? പിന്നെ വെറുതെ പൊട്ടനാവട്ടെ എന്ന് കരുതി പറയുന്നതല്ലേ ഉള്ളൂ. അല്ലാതെ ഇപ്പൊ ഞാനൊരു കാരണവശാൽ ഇത് കേട്ടാൽ മൊത്തം കേട്ടാൽ എനിക്ക് മനസ്സിലാവും എന്താ ഉദ്ദേശിച്ചതെന്ന്. അതെല്ലാവർക്കും മനസ്സിലാവും. പിന്നെ തീരെ മനസ്സിലാവാത്ത മനുഷ്യരുണ്ടെങ്കിൽ അവരെ പറ്റിക്കാം എന്ന് വിചാരിച്ചുകൊണ്ടല്ലേ ഈ രണ്ടാമത്തെ പരിപാടി അടിച്ചു വിടുന്നത്. നമ്മളെന്ന് പറഞ്ഞാൽ എന്താണെന്നൊക്കെ അങ്ങ് കൈ വെച്ചേച്ചാൽ മതി. നമ്മള് ഞമ്മ